ലേബർ കോഡിൻ്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇത് അവർ പറയും, അതായത് 62 കോടിയാണ് നമ്മുടെ വർക്ക് ഫോഴ്സ് ഇന്ത്യയിൽ. അതിൽ 10 കോടി ഏതാണ്ട് 10 കോടി മാത്രമേ ഉള്ളൂ സംഘടിത മേഖലയിൽ. ബാക്കി മുഴുവൻ അസംഘടിത മേഖലയാണ്. അസംഘടിത മേഖല എന്ന് പറയുന്നത് വീട്ടുവേലക്കാർ. എല്ലാ വീട്ടിലും ഇല്ലേ, ഇത് കിട്ടാൻ വലിയ പാടല്ലേ? അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ, അവർക്ക് വേണ്ട PF, അവർക്ക് വേണ്ട ESI, അതുപോലെ തന്നെ കൂലിപ്പണിക്കാർ. അത് കേട്ടപ്പോഴേ ഇവർ എതിർത്തു. കാരണം ഇവർ പോകുകയല്ലേ, ഇവരുടെ ആ പിടുത്തം പോകുകയല്ലേ. ഈ സംഘടിത മേഖലയിലെ തൊഴിലാളികളാണല്ലോ ഇപ്പോഴത്തെ വലിയ ശക്തി. അവർ പറയുന്ന പോലെ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. കേരളത്തിലാണ് പൂട്ടും ഞങ്ങൾ പൂട്ടിക്കും, തടയും ഞങ്ങൾ തടയിക്കും. അങ്ങനെയാണല്ലോ ഇവിടുത്തെ പരിപാടി. അതിന് ഉപയോഗിക്കുന്നത് ഇവരെയാണ്. അപ്പോൾ അതുകൊണ്ട് തടയുന്നതിൻ്റെ കാരണം 2019 വന്നപ്പോഴേ ഇവർ എതിർക്കാൻ കാരണം അസംഘടിത മേഖലയ്ക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നു. അതുപോലെ കോൺട്രാക്റ്റ് ബേസിസ് എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് അത് അവർ പേറോളിൽ കയറ്റുകയാണ്. അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ളതെല്ലാം അവർക്ക് കൊടുക്കും. അപ്പോൾ അത് പാടില്ല. പിന്നെ തന്നെ ഗിഗ് അല്ലേ, മറ്റേ പിള്ളേരിങ്ങനെ നടക്കുന്ന ബൈക്കിലെ അല്ലേ, പ്ലാറ്റ്ഫോം ജിഗ് അതെ, ഇതാണ് അവരുടെ പറയുന്ന GIG ജിഗ്. ജിഗ് വർക്കേഴ്സ്, പ്ലാറ്റ്ഫോം വർക്കേഴ്സ്, അവർക്കെല്ലാം ഈ ആനുകൂല്യങ്ങളും കൊടുക്കുകയാണ്. അവരെ രജിസ്റ്റർ ചെയ്യുകയാണ്. ഈ 62 കോടിയിൽ 42 കോടി ഈ നമ്മുടെ പോർട്ടലിൽ ഇപ്പോൾ E-Stream പോർട്ടലിൽ അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവർക്കെല്ലാം ഇത് കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ടിയുള്ള സ്കീം വരുന്നു. ആ സ്കീം വരുന്നത് റൂൾസിലാണ്. റൂൾസ് ഇപ്പോൾ വന്നിട്ടില്ല, കേന്ദ്രത്തിൻ്റെ വന്നിട്ടില്ല, കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വന്നു. അത് മൂടി വെച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി പറഞ്ഞല്ലോ, അത് ഞങ്ങൾ കേരളമാണ് ആദ്യം അയച്ചതെന്ന് പറഞ്ഞു, അവരുടെ റൂൾസ്, ചട്ടം. പക്ഷേ ഇവിടെ അത് ഞങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാനല്ലേ പറയാൻ പറ്റുള്ളൂ. ഇല്ല എന്ന് പറഞ്ഞാൽ കേൾക്കാനല്ലേ പറ്റുള്ളൂ. കാരണം ഇവർ പറയുന്ന അസംഘടിത തൊഴിലാളിക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല. ഇത് ഏറ്റവും ലാവിഷായിട്ട് നടക്കുന്ന നേതാക്കന്മാർ തൊഴിലാളി നേതാക്കന്മാരല്ലേ. പിന്നെ ഈ നിയമത്തിലുള്ളത് ഈ തൊഴിലാളി അല്ലാതെ പുറത്തുള്ളവർക്ക് നേതാവാകാൻ പറ്റിയല്ല. അതൊക്കെ ഭയങ്കര തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ. ഇതിന് തൊഴിലാളി അല്ലാതെ പുറത്തുള്ളവർക്കാകാൻ പറ്റിയല്ല നേതാവാകാൻ. ഇതൊക്കെയാണ് എതിർക്കാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് ഒരു 50 കോടി ജനങ്ങൾ ഈ ആനുകൂല്യം, ESI, PF, പെൻഷൻ, അതിനുവേണ്ടിയുള്ള ഫണ്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ CSR ഫണ്ടില്ലേ. പിന്നെ ഈ വ്യവസായ മേഖലയിലെ ഫൈനുകൾ കിട്ടുന്നത്, അതെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് അതിൻ്റെ ഫണ്ടുണ്ടാക്കും. അങ്ങനെയാണ് അവർക്ക് വേണ്ടി ഇത് കൊടുക്കുക, പ്രൊവിഡൻറ്റ് ഫണ്ട് കൊടുക്കുക, ഗ്രാറ്റുവിറ്റി കൊടുക്കുക, പെൻഷൻ കൊടുക്കുക. ഈ ചെരുപ്പ് കുത്തിക്കും കുട തുണ്ടുന്നവനും അവനൊന്നും ഓർഗനൈസ്ഡ് അല്ലല്ലോ, കൂലിപ്പണിക്കാരൻ. അതുപോലെ ഈ ഇതില്ലേ നമ്മുടെ നിർമ്മാണ പ്രവർത്തനത്തിന് വരുന്നവർ, അവർക്കെല്ലാം പോർട്ടബിൾ ആയിട്ടുള്ള നമ്പർ ഉണ്ടാക്കും. അവർ ഏത് മുതലാളിയുടെ കൂടെ പോയാലും ഇത് പോർട്ടബിളാണ്. അപ്പോൾ അവർക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. ഇതൊന്നുമല്ല, അവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് നേതാക്കന്മാർക്ക് പറ്റില്ല. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. ആദ്യം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തിന് ഫ്ലൈറ്റ് സർവീസ് തുടങ്ങിയപ്പം 10,000 രൂപയായിരുന്നു. അന്ന് ഇവിടുന്ന് സ്ലീപ്പർ ക്ലാസ്സിൽ 100 രൂപ തിരുവനന്തപുരത്തിന്. അന്ന് മിക്കവാറും ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഫ്ലൈറ്റിനാണ് പോയിക്കൊണ്ടിരുന്നത്. ട്രേഡ് യൂണിയൻ പണിയെടുക്കുന്നവരല്ല, ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുണ്ടല്ലോ, പ്രഖ്യാപിത തിരുവനന്തപുരത്തിന് ഭയങ്കര ബിസിയാണ്, തൊഴിലാളികളുടെ കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയല്ലേ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തല്ലോ, അവർക്കെതിരെ പ്രോസിക്യൂഷനൊന്നും ഉണ്ടാകില്ല. അവർ പ്രോസിക്യൂഷൻ എല്ലാം അതീതമാണ്, കോടതി പറഞ്ഞാലും പറ്റില്ല. ആ സംവിധാനം മാറണം. ഇവിടുത്തെ ഈ വികസനത്തെ മുഴുവൻ തടഞ്ഞവർ നോക്കുകൂലിയല്ലേ. ഈ സംഘടിത തൊഴിലാളി യൂണിയനുകളുടെ പരിപാടിയല്ലേ അത്. ഇത് നോക്കുകൂലി അങ്ങനെയുള്ളതെല്ലാം പൂട്ടിച്ചത്, കടകൾ പൂട്ടിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ലേബർ കോഡിനെ എതിർക്കുന്നത്. ഇനി അതിനെപ്പറ്റിയുള്ള വർണ്ണനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. NEP-യെ പറ്റിയും അതുപോലെ PM ശ്രീയെ പറ്റിയും പറഞ്ഞതുപോലെ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് നടപ്പിലാക്കി. ഇവിടെ ഓൾറെഡി നടപ്പിലാക്കാനുള്ള. പിന്നെ വേറൊരു കാര്യം, അത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നടപ്പിലാക്കിയാൽ മതി, ഇഷ്ടമില്ല നടപ്പിലാക്കണ്ട. അത് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ലേബറും രണ്ടും കൺകറൻറ്റ് ലിസ്റ്റിലാണ്. ഇപ്പോൾ കേന്ദ്രം പറയുന്നത് ഒന്നും കേൾക്കാതെ ഇവർക്ക് ഇവിടെ വേണമെങ്കിൽ ചട്ടം ഉണ്ടാക്കാം. അസംഘടിത മേഖലയിലേക്ക് ഞങ്ങൾ കൊടുക്കില്ല കേരളത്തിൽ എന്നാൽ അവർക്ക് തീരുമാനിക്കാം. പക്ഷേ എത്ര നാൾ തീരുമാനിക്കാൻ പറ്റും? എത്ര നാളിത് മൂടി വെക്കാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് ജനം സത്യം മനസ്സിലാക്കണം. ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പ്രചരണമായിട്ട് ഇറങ്ങുകയാണ്. അസംഘടിത മേഖലയ്ക്ക് വേണ്ടിയാണ് ഈ ഇത് വന്നിരിക്കുന്നത്, ലേബർ കോഡ് വന്നിരിക്കുന്നത്. അതിൻ്റെ റൂൾസ് ഉടനെ വരും, അതിന് സ്കീംസും ഉണ്ടാവും.
അസംഘടിത മേഖലയിലേക്ക് സ്കീംസാണ് വരുന്നത്. അപ്പോൾ അത് എന്തൊക്കെ അവർക്ക് കൊടുക്കും, അതിനുള്ള സോഴ്സ് കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ അത് ജനങ്ങൾ